മനു, അങ്ങേയറ്റം ഞെട്ടിക്കുന്ന വാർത്തയാണ്. ഒരുപക്ഷെ ഈ വൈകുന്നേരം വീടുകളിൽ സ്വന്തം കുട്ടികൾ സ്കൂളിൽ നിന്നും മടങ്ങി വരുന്നത് കാത്തിരിക്കുന്ന അച്ഛനമ്മമാരെ അവർക്ക് മുന്നിലേക്ക് വലിയ ആശങ്ക പടർത്തുന്ന ഒരു വാർത്തയാണ് ഈ പാലക്കാട് നിന്നും സംഭവിക്കുന്നത്. അതാണ് ഈ വാർത്തയുടെ ഗൗരവം. സ്കൂളിൽ നിന്നും പരീക്ഷ കഴിഞ്ഞ് മടങ്ങുന്ന കുട്ടികൾക്കിടയിലേക്ക് പാഞ്ഞു കയറുന്ന വാഹനം. ഈ വാഹന അപകടങ്ങളുടെ പല മുഖങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്ര ക്രൂരമായ ദാരുണമായൊരു സംഭവത്തിനാണ് ഈ പാലക്കാട് സാക്ഷ്യം വഹിച്ചത് എന്നതാണ് സാഹചര്യം. നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ മേഖല ഒരു അപകട മേഖലയാണ്. ലോറികളുടെ മത്സരയോട്ടം നിരന്തരം നടക്കുന്ന ഇടമാണ്. ആ ഇടത്താണ് ഇത്തരമൊരു അപകടം വീണ്ടും ആവർത്തിക്കുന്നത്. ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ട ലോറി നിരവധി തവണ ഈ മോട്ടോർ വാഹന വകുപ്പിലെ നിയമങ്ങൾ ലംഘിച്ച പല തെളിവുകൾ കൂടി പുറത്തു വരുന്നതായ റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വാഹനം സ്ഥിരമായി അപകടമുണ്ടാക്കുന്നതാണ് എന്ന് വ്യക്തമാവുകയാണ്. എന്തായാലും ഇതിൻ്റെ പരിശോധനകളിലേക്കൊക്കെ വരുന്ന മണിക്കൂറുകൾ നടക്കേണ്ട കാര്യമാണ്. ഒരു കാര്യം വ്യക്തമാണ്, ഈ വാഹനങ്ങൾ നിലവിൽ ഈ ടിപ്പറുകളടക്കമുള്ള വലിയ ഭാരവണ്ടികളുടെ ഗതാഗതത്തിന് കൃത്യമായ നിയന്ത്രണ സംവിധാനമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. കാരണം സ്കൂൾ സമയത്തിന് ശേഷം മാത്രമേ ഭാരവാഹനങ്ങളുടെ യാത്രയ്ക്ക് അനുമതിയുള്ളൂ. അതിന് കൃത്യമായ നിയമവും വ്യവസ്ഥകളുമുണ്ട്. അപ്പോഴാണ് ഇത്തരമൊരു സംഭവം നടന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു അപകടത്തിന് ഇടവെച്ചത്? അതിന് കാരണമുണ്ടായത് ഡ്രൈവറുടെ അശ്രദ്ധയാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ? ഇക്കാര്യത്തിലൊക്കെ പരിശോധനയും വ്യക്തത വരേണ്ടതുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, ആ ദൃശ്യങ്ങളുടെ ഒരു ഭീകരത തന്നെ മനു നോക്കൂ. ആ കുട്ടികളുടെ മുകളിലേക്ക് പാഞ്ഞു കയറി അവർക്ക് മുകളിലേക്ക് മറിഞ്ഞു വീണ ലോറി. എത്ര മണിക്കൂറുകൾക്ക് ശേഷമാണ് ആ ലോറി തന്നെ അവിടുന്ന് ഉയർത്താൻ കഴിയുന്നത് എന്നതാണ്. അല്പസമയം മുമ്പ് മാത്രമാണ് ക്രെയിൻ ഉപയോഗിച്ച് ആ ലോറി അവിടുന്ന് ഉയർത്താൻ കഴിയുന്നത്. ഈ ലോറിക്ക് അടിയിൽ മറ്റാരെങ്കിലും കൂടുതലായി കുടുങ്ങിയിട്ടുണ്ടോ? വലിയ ആശങ്ക പടർത്തുന്ന കാര്യമാണ്. നമുക്കറിയാം, ആ ദൃശ്യങ്ങൾ പലപ്പോഴും നമുക്ക് വ്യക്തമാവുന്നുണ്ട്. ആ കുട്ടികൾ ആ ലോറിക്കിടയിൽ പെട്ടുകിടക്കുന്ന ദൃശ്യങ്ങൾ കണ്ട് ഏങ്ങലരിച്ച് പൊട്ടിക്കരയുന്ന അമ്മമാരെ നമുക്ക് കാണുന്നു. അതായത് തങ്ങളുടെ തൊട്ടു മുന്നിൽ കുട്ടികൾ അപകടത്തിൽപ്പെട്ട് കിടക്കുകയാണ്. പക്ഷേ അവരെ ഒന്ന് രക്ഷപ്പെടുത്താനോ അവിടെ നിന്ന് മാറ്റാനോ പോലും കഴിയാത്ത സാഹചര്യം. അത്ര ക്രൂരമായ, അത്ര അധികം വേദനിപ്പിക്കുന്ന ദൃശ്യമായി ഈ അപകടം മാറുന്നു എന്നത് മാത്രമല്ല, സാഹിത്യ സ്വാഭാവികമായ ആൾക്കൂട്ടം ഓടിയെത്തി. പക്ഷേ സിമന്റ് നിറച്ചൊരു ലോറി, ഇത് എന്ത് ചെയ്യാൻ കഴിയും? ഒരാൾക്ക് എടുത്തു മാറ്റാൻ കഴിയില്ല. പിന്നെ അവർ തടിമില്ലിലേക്ക് ഓടുന്നു. അവിടെ നിന്ന് ഒരു ക്രെയിന് കൊണ്ടുവരുന്നു. JCBകൾ ഒക്കെ എത്തുന്നു. പക്ഷെ അപ്പോഴേക്കും സമയം കഴിഞ്ഞു, സമയം പിന്നിട്ടു. ഇനി പിന്നിട്ടില്ലെങ്കിൽ പോലും ഒരു ലോറി വന്നൊരു 8ാം ക്ലാസ്സുകാരിയുടെ മുകളിൽ പതിച്ചാൽ പിന്നെ എന്ത് സംഭവിക്കും എന്ന് പറയേണ്ടതില്ലല്ലോ. മദർ കെയറിലെ ആ വിനോദ് പറഞ്ഞത് അറിഞ്ഞില്ലേ? മുഴുവൻ എല്ലുകളും, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ എല്ലുകൾ പലതും ഒടിഞ്ഞ അവസ്ഥ, ഒപ്പം ശരീരം മുഴുവൻ പാടുകൾ, രക്തം. അപ്പോൾ വരുമ്പോഴേക്കും മരിച്ചു. എങ്ങനെ മരിച്ചു എന്ന് പെട്ടെന്ന് മനസ്സിലാകാത്ത തരത്തിൽ അപകടങ്ങൾ ഏറ്റിരിക്കുന്നു. അപ്പം ഇത് വേറൊരു പ്രധാന കാര്യം, റിയാസിനെ പോലെ അവിടെ നിന്ന് നമ്മളെ വിളിക്കുന്ന പൊതുപ്രവർത്തകർ പറയുന്ന, അവിടെ ഈ പ്രശ്നം നിരന്തരം അവർ ആളുകൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു, അധികൃതർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. അവിടെ ഇവിടെയും വടം കെട്ടി വെച്ചും ഒക്കെ ഉണ്ടാകുന്ന അപകടങ്ങൾ. അപ്പോൾ അതൊക്കെ നീക്കം ചെയ്യാൻ റിയാസിനെ പോലുള്ളവർ പോകുമ്പോൾ അവർക്കെതിരെ അല്ലാതെ തീരുമാനങ്ങളല്ല. യെസ്, അതാണ് അവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങൾ. ഇപ്പോഴും അവിടെ ജനക്കൂട്ടം പ്രതിഷേധിക്കുകയാണ്. അവിടെ വേണ്ട രീതിയിലുള്ള ശ്രദ്ധ പുലർത്താൻ അവിടുത്തെ സംവിധാനങ്ങൾ കഴിഞ്ഞിട്ടില്ല എന്നുള്ള. പിന്നെ ഇതുപോലുള്ള ചാറ്റൽ മഴ, ഈ ചാറ്റൽ മഴയിൽ തെന്നുന്ന റോഡുകളാണ് എന്ന് ഓർക്കാൻ ഒരു സാധാരണ ഡ്രൈവർക്ക് കഴിയും. നിരന്തരമായ ഇത്തരം ഡ്രൈവിംഗ് ക്ലാസ്സുകൾ പ്രത്യേകിച്ച് വലിയ വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് നൽകേണ്ടതുണ്ട്. ഈ ദുരന്തത്തിൽ നിന്നൊരു പാഠം പഠിക്കുമോ എന്ന ചോദ്യം വീണ്ടും അവശേഷിക്കുകയാണ്. ഒരു വലിയ അപകടം കണ്ട് കേരളം കണ്ണുനീർ തുടച്ച് കഴിഞ്ഞിട്ട് പോലുമില്ല. അപ്പോഴാണ് 4 കുട്ടികളും മരിച്ചിരിക്കുന്നത്. ഇത് 8ാം ക്ലാസ് കുട്ടികളാണ്. ഈ ലോറി ഡ്രൈവർക്കും അതുപോലെ തന്നെ ക്ലീനർക്കും ചെറിയ തോതിൽ ഒന്നും കാര്യമായ പരിക്കുകളൊന്നുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അവരൊരു കാറിൽ ആദ്യം ഇടിച്ചിട്ടുണ്ട്. കാറിനും അപകടം സംഭവിച്ചിട്ടുണ്ട്. സൈത്ത്, ഈ നാട്ടുകാരുടെ പ്രതിഷേധം നമുക്ക് അവിടെ നിന്ന് മനസ്സിലാകുന്ന എന്താണ്? അത് ശമിക്കുമോ? ഈ രക്ഷിതാക്കൾ അവർ ഈ ആശുപത്രികളിലേക്ക് എത്തിയോ? ഈ കുഞ്ഞുങ്ങൾ, അത് ആയിഷയും നിതയും ഹൃദയും ഇർഫനയുമാണ് എന്ന് പറയുന്നു. അവരുടെ രക്ഷിതാക്കൾ അങ്ങോട്ടേക്ക് എത്തിയോ? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ?
മനു, വലിയ പ്രതിഷേധമാണ് അവിടെ നിന്നുണ്ടാവുന്നത്. നാട്ടുകാർ സംഘടിച്ചെത്തിയിരിക്കുകയാണ്. കാരണം ലോറികളുടെ മത്സരയോട്ടം നിരന്തരമായി നടക്കുന്ന ഇടമാണ് അവിടെ. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധമുണ്ട്. നിരവധി കുട്ടികൾ യാത്ര ചെയ്തു പോകുന്ന ഇടമാണ്. സ്കൂളിൽ നിന്ന് തിരിച്ചും വീടുകളിലേക്കുമുള്ള യാത്രയിൽ കുട്ടികൾ നിരന്തരമായി യാത്ര ചെയ്യുന്ന ഇടമാണ്. അവിടെ ഇത്തരം മത്സരയോട്ടം പലപ്പോഴും പതിവാണ്. അതിനു പുറമെ ഇത്തരം ഭാരവണ്ടികൾ അമിത വേഗത്തിൽ ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നത് പലപ്പോഴും അപകടത്തിന് ഇടയാക്കുന്നു. ഇവിടെ സംഭവിച്ചത് ആ ലോറി ഒരു താഴ്ന്ന പ്രദേശത്തേക്ക് മറിയുകയായിരുന്നു. ഒരു കുട്ടി മാത്രമാണ് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ആ കുട്ടിക്ക് കഴിഞ്ഞത്, അല്ലെങ്കിൽ ഓടി മാറാൻ കഴിഞ്ഞത്. ബാക്കി കുട്ടികളുടെ മുകളിലേക്ക് പൂർണ്ണമായും ഈ ലോറി വന്ന് പതിച്ചു എന്ന ദയനീയമായ ചിത്രമാണ്. അങ്ങേയറ്റം നമുക്ക് ആ ദൃശ്യങ്ങൾ പോലും വിവരിക്കാൻ കഴിയാത്ത ഭീകരത അതിലുണ്ട്. നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ ഒരു കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോൾ തന്നെ മരണം സംഭവിച്ചു. പക്ഷേ മരണകാരണം എന്ന് കണ്ടെത്താൻ, അല്ലെങ്കിൽ കുട്ടിയുടെ ശരീരം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലേക്ക് വരുന്നു എന്നതാണ് സാഹചര്യം. ഒന്നോർത്ത് നോക്കുക ആ വീടുകളുടെ അവസ്ഥ, അമ്മമാരുടെ, അച്ഛന്മാരുടെ. അവർ വീടുകൾക്കുള്ളിൽ കുട്ടികൾ സ്കൂളിൽ നിന്നും മടങ്ങി വരുന്നതും കാത്തു നിൽക്കുന്ന ആ മാതാപിതാക്കൾക്ക് മുന്നിലേക്ക് ഈ ദുരന്ത വാർത്ത എത്തുമ്പോൾ എത്ര കണ്ട് ഭീകരമാണ് അവിടെ ഉണ്ടായ അവസ്ഥ, വർണ്ണിക്കാൻ കഴിയാത്ത അവസ്ഥ. ഇന്ന് ഈ വൈകുന്നേരം സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും നമുക്കറിയാം പരീക്ഷാകാലമാണ്. സ്കൂളുകളിൽ നിന്ന് കുട്ടികളൊക്കെ വീടുകളിലേക്ക് എത്താൻ അമ്മമാരും അച്ഛന്മാരും അവരൊക്കെ മാതാപിതാക്കൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സമയമാണ്. അപ്പോഴാണ് ഈ ഒരു ദുരന്ത വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. എന്തായാലും ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി അത് പാലക്കാടോ ഈ അപകടം നേരിട്ട് കണ്ടവരെയോ ആ കുടുംബങ്ങളെയോ മാത്രമല്ല ബാധിക്കുന്നത്. എത്ര വലിയ ദുരന്തമാണ്. ഇനിയും ഒരിക്കലും ആവർത്തിക്കരുത്. നമുക്ക് പാലക്കാട്